വെൽക്കം ടു കുക്ക് വിത്ത് ആതിര. ചിക്കൻ ബിരിയാണി എല്ലാവരുടെയും ഫേവറേറ്റ് ആണ്. വളരെ എളുപ്പത്തിൽ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ബിരിയാണി റെസിപ്പി നോക്കാം. ഇതിലേക്കായിട്ട് 1/2 കിലോ ചിക്കൻ, 200 ഗ്രാം ബസ്മതി റൈസ്, 6 സവാള, ചെറിയ ഉള്ളി, 3 തക്കാളി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ചിക്കൻ ആദ്യം നമുക്കൊന്ന് മാഗ്നേറ്റ് ചെയ്ത് വയ്ക്കാം. ചിക്കനിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ തൈര്, ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് ചിക്കൻ മാറ്റി വയ്ക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച് സവാള ഡീപ് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെ സവാള ഫ്രൈ ചെയ്തിട്ട് മാറ്റി വയ്ക്കുക. ഈ സെയിം ഓയിലിലേക്ക് കടുക്, ഗരം മസാല, സവാള എന്നിവ ഇട്ടിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യണം. സവാള പെട്ടെന്ന് വാടി വരാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപ്പ് ആഡ് ചെയ്യാം. ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. സവാള ഒന്ന് വാടി വരുമ്പോഴത്തേക്കും ചെറിയ ഉള്ളി ആഡ് ചെയ്യണം. ബിരിയാണിക്ക് ടേസ്റ്റ് കൂടാൻ വേണ്ടി 1 ടേബിൾ സ്പൂൺ ഗീ കൂടെ ഇടണം. ഉള്ളി നല്ല ഗോൾഡൻ കളർ ആകുമ്പോഴത്തേക്കും ഇതിലേക്ക് ടൊമാറ്റോ ആഡ് ചെയ്യുക. ടൊമാറ്റോ വഴണ്ട് വരുമ്പോഴത്തേക്കും ഇതിൽ ചില്ലി പൗഡർ, കൊറിയാൻഡർ പൗഡർ, ടർമറിക് പൗഡർ, ഗരം മസാലയുടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഈ സമയത്ത് നമുക്ക് അരി വേവിച്ചെടുക്കാം. വെള്ളം ചൂടാകുമ്പോൾ അതിലേക്ക് പട്ട, ഗ്രാമ്പൂ, ഏലക്ക എന്നിവ ഇട്ടിട്ട് വെള്ളം തിളയ്ക്കുമ്പോഴത്തേക്കും അരി ഇടുക. ഹാഫ് കുക്കാവുമ്പോഴത്തേക്കും അരി എടുക്കണം. ഓവർ കുക്കാകരുത്. ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് മാഗ്നേറ്റ് ചെയ്ത് ചിക്കനെ ഇട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കണം. ഈ സമയത്ത് ഉപ്പ് ചെക്ക് ചെയ്യണം. ആവശ്യത്തിനനുസരിച്ചുള്ള ഉപ്പ് ആഡ് ചെയ്തിട്ട് നമുക്കൊരു 10 മിനിറ്റ് അടച്ചു വെച്ചേക്കണം. നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള കുറച്ച് സവാള, കാഷ്യൂനട്ട്, പൈനാപ്പിൾ കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് ഹാഫ് വേവായിട്ടുള്ള റൈസ് ഇതിലേക്ക് ഇടാം. എന്നിട്ട് ഇതിൽ കുറച്ച് നെയ്യ് കൂടി ആഡ് ചെയ്യണം. നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച സവാള, കാഷ്യൂ, കറിവേപ്പില, പൈനാപ്പിൾ, മല്ലിയില ഇവ ലെയറായിട്ടിട്ട് ചെറുതീയിൽ 10 മിനിറ്റ് വേവിച്ചെടുക്കുക. ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഈ ചിക്കൻ ബിരിയാണി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.